കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പുരോഗമിക്കുന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് തുടങ്ങിയത്. പണിമുടക്ക് സംസ്ഥാനത്ത് ജനജീവിതത്തെ കാര്യമായി ബാധിച്ചു. അതേസമയം പണിമുടക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക് തുടങ്ങിയത്. പണിമുടക്ക് സംസ്ഥാനത്തെ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചു. പണിമുടക്ക് അനുകൂലികൾ സർവീസ് നടത്താൻ തയ്യാറായ KSRTC ബസ്സുകൾ തടഞ്ഞതോടെ പലയിടത്തും ജനം പെരുവഴിയിലായി. പശ്ചിമ ബംഗാളിലും പണിമുടക്ക് ശക്തമാണ്. പണിമുടക്ക് പൊതുഗതാഗത സംവിധാനങ്ങളെ ബാധിച്ചെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ബീഹാറിൽ RJD പ്രവർത്തകർ വാഹനങ്ങളും ട്രെയിനുകളും തടഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിൽ കാര്യമായ സ്വാധീനമുണ്ടായില്ല. അതേസമയം പണിമുടക്ക് കേരളത്തിൽ ബന്ദായി മാറി. KSRTC ബസ്സുകളടക്കം നിരത്തിലിറങ്ങി. സർവീസ് നടത്താനുള്ള KSRTC ജീവനക്കാരുടെ ശ്രമം പലയിടത്തും സമരാനുകൂലികൾ തടഞ്ഞു. KSRTC ബസ്സുകളടക്കം നിരത്തിലിറങ്ങാതായതോടെ പൊതുഗതാഗതം തടസ്സപ്പെട്ടു. ഹർത്താലിന്റെ പ്രതീതിയുണ്ടാക്കിയ പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കേരളത്തിൽ KSRTC സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലടക്കം സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. പലയിടത്തും സമരാനുകൂലികളും ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടായി. ചിലയിടങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പോസ്റ്റ് ഓഫീസുകളുടെ പ്രവർത്തനം സമരാനുകൂലികൾ തടസ്സപ്പെടുത്തി. കേരളത്തിൽ ദേശീയ പണിമുടക്കിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് ഭരണത്തിലെങ്കിലും സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജീവനക്കാർ ജോലിക്ക് ഹാജരാവാതെ പണിമുടക്കിൽ പങ്കെടുക്കുന്ന ഡയസ് നോണായി കണക്കാക്കും. കാലിക്കറ്റ് MG കേരള കുഫോസ് സർവകലാശാലകൾ ബുധനാഴ്ച നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിരുന്നു. M5 ന്യൂസ്, തിരുവനന്തപുരം.